നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മോളിവുഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക മോളിവുഡ് ഓൺലൈൻ. ടിൽ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഫിലിംസ്. നമ്മൾ ഇന്ന് വേറൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, സംതിങ് ഇൻഫോർമേറ്റീവ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഫെമിലിയർ ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ വേൾഡ് വൈഡ് ഉള്ള ഈ പാൻഡമിക്. സോ ടുഡേ we are going to discuss about some of the epidemic that has changed ഹിസ്റ്ററി തന്നെ മാറ്റിമറിച്ച കുറച്ച് അസുഖങ്ങളുണ്ട്. സോ നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വാട്ട് ഈസ് എപ്പിഡമിക്, വാട്ട് ഈസ് പാൻഡമിക്, ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യമേ പറയാം. എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പ്രെഡ് ആവുന്ന ഡിസീസിനെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു കൺട്രി അത്രയും ഭാഗത്ത് മാത്രം വൈഡായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസ് ആയിരിക്കും എപ്പിഡമിക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിസീസ് എപ്പോഴാണോ എല്ലാ ബോർഡേഴ്സും ക്ലോസ് ചെയ്ത് വേൾഡ് വൈഡ് സ്പ്രെഡ് ആവുന്നത്, ഒരു വൈഡ് സ്പ്രെഡ് നടക്കുമ്പോൾ നമ്മൾ അതിനെ പാൻഡമിക് എന്ന് പറയുന്നു. പാൻഡമിക്കിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്ന COVID-19. ഈ ഒരു എപ്പിഡമിക് അല്ലെങ്കിൽ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഇന്നോ ഇന്നലെയോ സ്റ്റാർട്ട് ചെയ്തതല്ല, ഇയേഴ്സ് എഗോ തൊട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ നമുക്ക് കുറച്ച് എപ്പിഡമിക്കിനെ പറ്റി ഇന്ന് സംസാരിക്കാം. ഓരോ രാജ്യങ്ങളെ എങ്ങനെ കുലുക്കി മറിച്ച കുറച്ച് അസുഖങ്ങളുണ്ട്. അവർ ഇത്രയും ടെക്നോളജി വളരാത്ത ഒരു സാഹചര്യത്തിൽ, ഹോസ്പിറ്റൽസ് ഇല്ലാത്ത സാഹചര്യത്തിൽ, ഇത്രയും ഡോക്ടേഴ്സും ഫെസിലിറ്റീസ് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ എപ്പിഡമിക്കിനെയൊക്കെ ഫേസ് ചെയ്തത്, അവരെങ്ങനെ ഇതിനൊക്കെ ടാക്കിൾ ചെയ്തു, എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു അന്ന് അവർ ഫേസ് ചെയ്തിരുന്ന അസുഖങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ ബ്രീഫായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് നമുക്ക് ഒരു ഡിസീസിനെ അല്ലെങ്കിൽ ഒരു അസുഖത്തിനെ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആസ് വെൽ ആസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. രണ്ട് തരത്തിലുണ്ട് അസുഖങ്ങൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് എല്ലാം സ്പ്രെഡ് ആവുന്നത്, ത്രൂ ഔട്ട് ഇങ്ങനെ ഓരോരുത്തരിൽ നിന്ന് മാറി 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 സ്പ്രെഡായി പോകുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഇയേഴ്സ് എഗോ, ഒരു 10,000 ഇയേഴ്സ് എഗോ തൊട്ട് ഇങ്ങനൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ മലേറിയ, ട്യൂബർക്കുലോസിസ്, ലെപ്രോസിക്ക് നമ്മൾ മലയാളത്തിൽ കുഷ്ഠം എന്നാണ് പറയുന്നത്, ഇൻഫ്ലുവൻസ പകർച്ചപ്പനി, സ്മോൾ ബോക്സ്, വസൂരി എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പലയിടത്തും മലേറിയ, ട്യൂബർക്കുലോസിസ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഈ ഒരു 21st സെഞ്ച്വറിയിൽ വന്ന അസുഖങ്ങളല്ല. ഇയേഴ്സ് എഗോ, അതായത് ഒരു 10,000 ഇയേഴ്സ് എഗോ തൊട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ. സോ ആ ടൈമിൽ ഈ അസുഖങ്ങളെ എങ്ങനെയാണ് ആ ടൈമിലുണ്ടായിരുന്നവർ ഫേസ് ചെയ്തത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത്, അസുഖം എന്താണെന്നോ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു അസുഖം വന്ന് എല്ലാവരുടെയും ജീവനെടുക്കുന്നു. ഇങ്ങനൊരു അവസ്ഥയും ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. പ്രീ ഹിസ്റ്റോറിക് എപ്പിഡമിക് 3000 BC എന്നാണ് ഹിസ്റ്ററിയിൽ ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഈസ്റ്റേൺ ചൈനയിൽ ഒരു വീടിനകത്ത് ഒരുപാട് പേരെ കൂട്ടിയിട്ട് കത്തിക്കുക. കുട്ടികളുണ്ടായിരുന്നു, വയസ്സായവരുണ്ടായിരുന്നു, മിഡിൽ ഏജിലുള്ളവരുണ്ടായിരുന്നു. അവസാനം അവശേഷിച്ചത് കുറച്ച് സ്കെൽട്ടൻസ് മാത്രം. ആർക്കിയോളജിക്കൽ സൈഡിൽ നിന്ന് ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത് ഹാമിൻ മങ്ക എന്നാണ്. ഹാമിൻ മങ്കയിൽ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മിയാസി ഗാവോ എന്ന് പറയുന്ന ഒരു റീജിയനിലും ഇതേ സംഭവം നടന്നിരുന്നു. അവിടെയും ഒരു വീടിനകത്ത് എല്ലാവരെയും കൂട്ടിയിട്ട് കത്തിച്ചു. പക്ഷേ ഇത് എന്തുകൊണ്ടാണ്, എന്തായിരുന്നു അസുഖമെന്ന് ഇപ്പോഴും പറയുന്നില്ല. ഹിസ്റ്ററിയിൽ ഇതിനെ പറയുന്നത് ഇങ്ങനെ: ഒരു പാൻഡമിക്, അതെന്താണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല. അത് വളരെ പെട്ടെന്ന് അവിടെ വൈഡായി സ്പ്രെഡ് ആവുകയും മരിക്കുന്നവരുടെ അവസാനമായിട്ടുള്ള കർമ്മങ്ങൾ പോലും ചെയ്യാനുള്ള ഒരവസരം നൽകാതെ വീണ്ടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തു. ഇതിനാൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ചിട്ട് കത്തിക്കുന്നു. ഇതാണ് ഹിസ്റ്ററിയിൽ ഇതിനെ രേഖപ്പെടുത്തുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലേഗ് എന്നൊരു അസുഖത്തെക്കുറിച്ചാണ്. പ്ലേഗ് പലർക്കും ഫെമിലിയർ ആയിരിക്കും. പക്ഷേ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൻസ് ഓഫ് പ്ലേഗ് 430 BC, ഇങ്ങനെയാണ് ഹിസ്റ്ററിയിൽ ഇതിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതൻ ആൻഡ് സ്പാർട്ട 2 ലീഡിംഗ് പവേഴ്സ് ആയിരുന്നു ക്ലാസിക്കൽ ഗ്രീക്കിൽ. അവർ തമ്മിൽ യുദ്ധം നടക്കുന്നു. ആ സമയത്ത് ഏതനിൽ ഒരു എപ്പിഡമിക് സ്പ്രെഡ് ആവുന്നു. എബൌട്ട് 5 ഇയേഴ്സ് അത് അവിടെ ലാസ്റ്റ് ചെയ്തു. 100,000-ൽ പരം ആൾക്കാർ മരിക്കുകയും അവിടെ ഏറ്റവും ഹെൽത്തി ആണ് എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് വരെ ഈ അസുഖം ബാധിക്കുകയും ചെയ്തു. പലരുടെയും കണ്ണുകൾ ചുമക്കുക, തൊണ്ടയിൽ നിന്ന് ബ്ലഡ് വരിക, അൺനാച്ചുറൽ ആയിട്ടുള്ള ബ്രീത്തിങ് കാണുക, ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ കുറച്ച് സിംറ്റംസ്. റിച്ചാർഡ് ക്രോലെ എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് പെലോപ്പൊനീഷ്യൻ വാർ എന്ന 1914 ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതനും സ്പാർട്ടയും തമ്മിലുള്ള യുദ്ധവും
ഈ പ്ലേഗിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ആർക്കും ഇത് എന്ത് ഡിസീസ് ആണെന്ന് മനസ്സിലായില്ല, ഇത് എവിടെ നിന്ന് ഉടലെടുത്തു എന്നും മനസ്സിലായില്ല. പല സയന്റിസ്റ്റുകളും തമ്മിൽ ഈ അസുഖത്തെക്കുറിച്ച് ഡിബേറ്റ് വരെ നടന്നു. ഒരുപാട് സ്കോളേഴ്സ് മുമ്പോട്ട് വച്ചു പല അസുഖത്തിൻ്റെയും പേര്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേര് എബോള അല്ലെങ്കിൽ ടൈഫോയിഡ് ഫീവർ എന്നായിരുന്നു. എന്നാലും അവർക്കാർക്കും ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞില്ല ഇതെന്താണ് അസുഖമെന്നും. സ്പാർട്ടയും ഏതനുമായിട്ടുള്ള യുദ്ധം കണ്ടിന്യൂ ചെയ്തു. 404 BC വരെ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴേക്കും ലക്ഷക്കണക്കിൽ ജനങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്നു. സയൻറ്റിസ്റ്റുകൾ അവസാനം പറഞ്ഞത് വാറിൽ ഓവർ ക്രൗഡിംഗ് കാരണമാണ് ഈ അസുഖം പടർന്നതെന്നാണ്. ആൾക്കാർ കൂട്ടത്തോടെ വരിക, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാരണമാണ് അസുഖം പടർന്നത് എന്നാണ് അവസാനം പറയുന്നത്. അറ്റ് ലാസ്റ്റ് ഏതൻസിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ സ്പാർട്ടയുമായി ഉള്ള യുദ്ധത്തിൽ അവർ കീഴടങ്ങുകയായിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്ലേഗിനെ കുറിച്ചാണ്, ആന്റണിൻ പ്ലേഗ്. ഇത് നടക്കുന്നത് റോമിലാണ്. റോം ഏറ്റവും ഹയസ്റ്റ് പവറായി വാഴുന്നിരുന്ന ഒരു കാലം. അപ്പോഴാണ് അവർക്ക് പേർഷ്യയായിട്ടൊരു യുദ്ധം നടക്കുന്നത്. യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിന്നു. ആ യുദ്ധത്തിനിടയ്ക്ക് ഒരു അസുഖം പടർന്നു. റോമൻ സോൾജേഴ്സിനാണ് അസുഖം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഹിസ്റ്ററിയിൽ ഇങ്ങനെ പറയുന്നു, യുദ്ധം കഴിഞ്ഞ് ഓരോ റോമൻ സോൾജേഴ്സ് തിരിച്ചു വീട്ടിലെത്തുമ്പോഴും അവർ അസുഖമായിട്ടാണ് എത്തുന്നത്. ഒപ്പം ഹിസ്റ്ററിയിൽ ഇങ്ങനെ കൂടി പറയുന്നു, റോമിൻ്റെ പീസ്, അതായത് റോമിൻ്റെ സമാധാനത്തെ ബാധിച്ചതും ഈ ഒരു അസുഖവും അതിന് കാരണമായ ഈ ഒരു വാറും ആയിരുന്നു. 27 BC തൊട്ട് AD 180 വരെയാണ് യുദ്ധം നിലനിന്നത്. AD 180ക്ക് ശേഷം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. റോമൻ സോൾജിയേഴ്സ് പേർഷ്യയോട് യുദ്ധത്തിൽ തോൽക്കുകയാണ് ഉണ്ടായത്. ഇതോടൊപ്പം ഇവരുടെ ഈ ഒരു അവസ്ഥ കാരണം മറ്റു പല രാജ്യങ്ങളും റോമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാ വശത്തു നിന്നും അവർക്കൊരു അറ്റാക്ക് വരികയുണ്ടായി. അവർ വളരെ ഇൻസ്റ്റെബിലിറ്റി ഫേസ് ചെയ്തതും ആ ഒരു ടൈമിലായിരുന്നു. ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി വേൾഡ് വൈഡ് പോപ്പുലർ ആവുന്നത് എന്നും ഹിസ്റ്ററിയിൽ പറയുന്നു. ഓൾസോ പലരും സംശയത്തോടെയാണ് ഇപ്പോൾ ആ അസുഖം ഏതാണെന്ന് പറയുന്നത്. പലരും പല അസുഖത്തിൻ്റെ പേരുകൾ പറയുന്നു. എന്നാൽ ഹിസ്റ്ററിയിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, അതൊരു സ്മോൾ ബോക്സ് ആയിരുന്നെന്ന്, വിച്ച് മീൻസ് വസൂരി ആയിരുന്നു ആ അസുഖം എന്നാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖം അമേരിക്കൻ പോളിയോ എപ്പിഡമിക്. പോളിയോ എന്നൊരു ടേം നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പോളിയോ കൃത്യസമയത്ത് ലഭിക്കാത്ത കാരണത്താൽ ഡിസേബിൾ ആയി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സംവാട്ട് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു 1916 ന്യൂയോർക്കിലും നടന്നത്. ആദ്യം തന്നെ 27,000 കേസുകളോളമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ US മാത്രം 6,000 പേരോളം മരിക്കുകയുണ്ടായി. കേസ് റിപ്പോർട്ട് ചെയ്തതിൽ പലരും സുഖം പ്രാപിച്ചു. എന്നാൽ അതിൽ നിന്നും കുട്ടികളും പ്രായം ചെന്നവരും ഒക്കെ പെർമനന്റ് ഡിസബിലിറ്റിക്കും കാരണമായി. പിന്നീട് 38 വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇതിനൊരു വാക്സിൻ കണ്ടുപിടിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1954 ആദ്യത്തെ വാക്സിൻ പുറത്തിറങ്ങുന്നത്. പോളിയോ വാക്സിൻ പിന്നെ ലോകമെമ്പാടും അവൈലബിൾ ആയി തുടങ്ങി. ഒടുവിൽ ലാസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് 1979 അതും US തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാലും ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോകത്തുമ്പാടും പോളിയോ കേസുകൾ ഇപ്പോഴും കാണപ്പെടും. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഡിസേബിൾ ആവുന്നുണ്ട് പോളിയോ കാരണത്താൽ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു അസുഖം തുടച്ചു മാറി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. നെക്സ്റ്റ് വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് എയ്ഡ്സ്. എയ്ഡ്സ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖം തന്നെയാണ്. 1981 എയ്ഡ്സ് എന്ന എപ്പിഡമിക് ഒരു പാൻഡമിക് ആയി മാറുകയുണ്ടായി. അതായത് വേൾഡ് വൈഡ് സ്പ്രെഡ് ഉണ്ടാവുകയുണ്ടായി. HIV എന്നൊരു വൈറസിൽ നിന്നാണ് എയ്ഡ്സ് എന്നൊരു അസുഖം പടരുന്നത്. HIV വൈറസ് ചിമ്പാൻസിയിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതാണ്. വെസ്റ്റ് ആഫ്രിക്കയിലാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ആവുന്നത്. 35 മില്യണോളം ആൾക്കാർക്കാണ് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. 1920 ഈ സംഭവം. ശേഷം 20ാം സെഞ്ച്വറിയിൽ ലോകമെമ്പാടും പടർന്ന ഒരു വലിയ പാൻഡമിക് ആയി മാറുകയുണ്ടായി എയ്ഡ്സ്. ഇപ്പോഴും 40 മില്യൺ ജനങ്ങളെ എടുത്തു നോക്കിയാൽ അതിൽ 64% ജനങ്ങൾക്കും വെസ്റ്റ് ആഫ്രിക്കയിൽ HIV ഉണ്ട്. ഇതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിന് വാക്സിൻ ഒന്നുമില്ല, മരുന്നൊന്നും ഇല്ലാത്ത സാഹചര്യത്താൽ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. 1990കളിൽ ദിവസവും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ഡ്യൂ ടു ദിസ് HIV വൈറസ്. ശേഷം 2020 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആ 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ആദ്യമായി ലോകത്ത് ക്യൂർ ചെയ്ത 2 എയ്ഡ്സ് കേസുകൾ, അതായത് പൂർണ്ണ ട്രീറ്റ്മെൻറ്റാൽ അസുഖം പൂർണ്ണമായിട്ടും മാറിയ 2 പേര്. അത് സംഭവിച്ചത് 2020. ഫൈനലി
വി ആർ ഗോൺ ഡിസ്കസ് അബൌട്ട് COVID-19. നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ് COVID-19. ഒരു പക്ഷേ നമ്മൾ കണ്ടതിൽ വച്ച് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അസുഖം കൂടിയാണ് COVID-19. ലോകമെമ്പാടും വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി എല്ലാവരെയും വളരെയധികം ഭയത്തിൽ ആഴ്ത്തിയ ഒരു അസുഖമാണ് COVID-19. ഇന്ന് വരെയുള്ള റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 12 ലക്ഷത്തിൽ മേളിലാണ് ആൾക്കാർ മരിച്ചിട്ടുള്ളത്. ചൈനയിൽ വ്യൂഹാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ന്യൂമോണിയ ബാധിച്ച ഒരാൾ വരുന്നു. അവിടെ നിന്നാണ് കോവിഡിൻ്റെ സ്റ്റാർട്ടിങ്. ന്യൂമോണിയ ശേഷം കോവിഡായി മാറുകയായിരുന്നു. കോവിഡിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ 100-ൽ 80% ആൾക്കാരും ഇതുവരെ റിക്കവർ ആയിട്ടുണ്ട്. എന്നാൽ 15% സീരിയസ്ലി ഇൽ എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടെ ഇപ്പോഴും ജീവന് വേണ്ടി മല്ലിടുന്നു. പിന്നെ വരുന്ന ബാക്കി 5% ദേ ആർ ക്രിറ്റിക്കലി ഇൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ 5%-ൽ പലരും തിരിച്ച് ജീവിതത്തിലേക്ക് വരിക എന്നത് ഒരു മിറാക്കിളായി മാറിയിരിക്കുകയാണ്. 31 ഡിസംബർ 2019 കോവിഡ് ആദ്യത്തെ കേസ് പുറത്തു വരുന്നത്. ആൻഡ് ടുഡേ ടിൽ നൗ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു. ലോകമെമ്പാടും ഇപ്പോഴും കോവിഡ് ഭീതിയിലാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്, വെയർ മാസ്ക്. നമ്മൾ സ്വയം ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവനും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവനും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. സോ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക, സ്റ്റേ ഹെൽത്തി, സേഫായിട്ടിരിക്കുക. വീണ്ടും മറ്റൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക്സ് അലോട്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മോളിവുഡ് ഓൺലൈൻ. താങ്ക് യു.